ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇപ്പോൾ സൂര്യൻ ഉദിക്കണ ഭാഗത്തേക്ക് പോവാണ്. കടൽ തീരം മറീന ബീച്ച്. ഗായ്സ്, രാവിലെ നോക്കൂ, എത്ര സുന്ദരം ചെന്നൈയിലെ മറീന ബീച്ച് ഭാഗം. ട്രാഫിക് എന്ന് പറയണ സംഗതിയില്ല. ഇത് സമയമാകുമ്പോൾ പിന്നെ കാല് വെക്കാൻ സ്ഥലമില്ല ഗൈസ്. ഗൈസ്, സൂര്യനെ കാണാൻ, റൈസ് കാണാൻ പ്രതീക്ഷയില്ല. നല്ല മേഘമുണ്ട്. മുകളിൽ നിന്ന് സൂര്യൻ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ താഴെ നിന്ന് കാണാൻ പറ്റൂല. നല്ല ചുവപ്പൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ്, അത് സൂര്യനാന്ന് തോന്നണം കേട്ടാ, ഉറപ്പില്ല. ഗൈസ്, സൂര്യൻ വന്നിരിക്കുകയാണ്. ഗൈസ്, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കണ്ണിലേക്ക് കാണുന്നുണ്ട്, നല്ല റൗണ്ടായി, പക്ഷേ ഇതിൽ കാണുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാനാ? ഗൈസ്, കുതിരയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ്, അങ്ങനെ സൺറൈസ് ഇവിടുന്നാണ് കിട്ടിയ, മോളിൽ നിന്ന് മേഘം കാണുന്നുണ്ട അവിടുന്ന്. ഓക്കെ, ഓക്കെയാണ് ഷെരീഫ്. അതാടെ സൂര്യൻ്റെ ഇടയിൽ കിട്ടണ ഫ്ലൈറ്റ് കേസ് വേറൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷന് സ്വാമി വിവേകാനന്ദം ഹൗസ്. ഓക്കെ, ചെക്കനുണ്ട് ബാക്കിൽ. ഗൈസ്, പ്രാവുകൾ പറക്കണുണ്ട്. നിറയെ പ്രാവുകൾ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കത് 8Xൽ കിട്ടുമല്ലോ. ഗൈസ്, എല്ലാവരും രാവിലെ ജോഗിങ് അത് ഇതൊക്കെ ഉണ്ട്. സെലിബ്രിറ്റീസുകളൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്വാമി വിവേകാനന്ദ ബിൽഡിംഗ് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇതാണ് സ്വാമി വിവേകാനന്ദൻ്റെ വീട്. ഇത് കൾച്ചറൽ സെൻറ്റർ, ഇത് വീടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കെങ്ങനെ അറിയാം അത് സ്വാമി വിവേകാനന്ദൻ്റെ വീടോ ആണോ അല്ലേ എന്ന്? അവർ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ ആരെങ്കിലും വീട് കിട്ടുമോ? ഇത് വീടുണ്ടാകാൻ ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയ വീടായിരിക്കുമോ? അറിയില്ല. അപ്പം ഇതാണ് വിവേകാനന്ദം ഹൗസ് അല്ലേ? വാവ്, സൂപ്പർ. ഇത് രണ്ടും കൂടി ആകുമ്പോൾ പിന്നും സൂപ്പർ. നല്ല ട്രാഫിക് ഉണ്ട്. ചെക്കൻ ആംഗിൾ തപ്പാൻ പോയതാണോ എന്നറിയില്ല, അവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു ഉപ്പാപ്പുണ്ട്, ഇത് ആരാന്നറിയില്ല. ഗസ്, ഇതാ സാധനം ഒന്നും അറിയില്ല, ഫുൾ തമിഴാണ്. വെയിറ്റ്, ബിൽഡിംഗ് സൂപ്പർ ഉണ്ട്. ക്ലോക്ക് ടവർ ലൈറ്റ്.
നടന്ന് എത്തുന്നില്ല ഗൈസ്. അവിടെ ഒരു സ്ഥലമുണ്ട്, മറ്റേ MGR സ്റ്റാച്ചു കാര്യങ്ങൾ സമാധി, അവിടെയാണ് പോവാ. നടക്കാം. എൻ്റെ കാലിൻ്റെ മസിലൊക്കെ നല്ല ടയേർഡാണ്, സ്പീഡ് നടക്കാനും പറ്റുന്നില്ല. ഹലോ മരീന MGR വെൽക്കം ഡോക്ടർ MGR. ഗൈസ് ഇതെൻ്റെ ടവറൊക്കെ നോക്കി ഏകദേശം ഡൽഹിയിലെ ബിൽഡിങ് ആ ഒരു രീതിക്ക് തന്നെ ഉണ്ട്. എന്ത് ഡിപ്പാർട്ട്മെൻ്റാണ്? റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്. പൂ സൂപ്പറല്ലേ? ഇത് വാട്ടർ റിസോഴ്സ് മെയിൻ ബിൽഡിംഗ്, ഗവൺമെൻറ് ബിൽഡിംഗ് ആണ് ഗൈസ്. സീനാണ്. വാവ്. മിനി ഡൽഹി ഫീൽ. ആർട്ടിഫിഷ്യൽ ഗുഹ. ഐഫൽ ടവർ ഡ്യൂപ്ലിക്കേറ്റ് ഗൈസ്. നിറയെ പോലീസുകാരുണ്ട് ഗൈസ്, പാട്രിയോട്സ്. ഇത് കാണാനും അത് കാണാനും ഇത് കാണാനുമാണ് നമ്മൾ വന്നത് ഗൈസ്. സർ ഗൈസ്, മിഞ്ഞാന്ന് കണ്ടതല്ല യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, ഇതാണ് കേട്ടോ മെയിന് ഗൈസ്. വന്ന് കുടുങ്ങി. ഇതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ 9 മണിയാവണം. 9 മണി. നല്ല വ്യൂ ഉണ്ട് ഗൈസ് അകത്ത്, സീൻ സ്ഥലം ഗൈസ്. അവിടെയാണ് ഉണ്ടായിരുന്ന ഫുഡ് കഴിച്ച് നമ്മൾ. പുഴയും കടലും ഒന്നിക്കണ സ്ഥലം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കോളേജാണ്, ട്രെയിനിങ് സെൻറ്റർ എന്നറിയില്ല, അവിടെ ഉണ്ട് ഗൈസ്. പിന്നെ അവിടെ വയ്ക്കാൻ നല്ല പച്ചപ്പ് ഗൈസ്. അങ്ങോട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, ഇൻഡസ്ട്രിയൽ ഏരിയ. ഭയങ്കര സ്മെല്ല് ഗൈസ്, ഇവിടുത്തെ വെള്ളം. നാഷണൽ പാർക്ക് ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലടാ കാണാൻ. കൊഞ്ചം റെസ്റ്റ്. എവിടെ സാധനം ഓപ്പൺ ആകുമ്പോൾ 9 മണിയാവുമല്ലോ, അതുകൊണ്ട് ഒരു 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ 9 മണിക്ക് നമ്മൾ തന്നെ എൻട്രി ചെയ്തിരിക്കുന്നു. മൊത്തം വർക്കാണ് ഗൈസ്. അയാൾ ചെല്ലുന്നത് ബ്ലോഗർ വന്നാ അല്ല
9 മണി പറഞ്ഞെങ്കിലും 8:55 കയറ്റി ഗൈസ്. 50 മിനിറ്റ് അവിടെ കടന്നു ഗൈസ്. പാർക്കിൽ നല്ല വേർത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. അവിടേക്ക് ഇരിക്കാം. ഗൈസ് അകത്ത് പോകാൻ പറ്റൂല, ചെരുപ്പ് കാറ്റണമല്ല. ഞാൻ ചെക്കനെ കൊണ്ട് എടുപ്പിക്കാം എന്തൊക്കെയുണ്ട് അകത്ത്. എൻട്രൻസിലെത്തി ഗൈസ്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറേ അദ്ദേഹത്തെ പറ്റി കുറേ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള ബുക്കുകൾ, അതുപോലെ തന്നെ പഴയ ഫോട്ടോസ്, മൊത്തം ഫാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഫോട്ടോ ആരൊക്കെയാണ് ഉണ്ട്. സോണിയാഗാന്ധി എല്ലാവരുടെ ഫോട്ടോസും കാര്യങ്ങളാണ്. കുറേ ബുക്കുകളുടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഫോട്ടോ ഉള്ളത് തന്നെയാണ് മൊത്തത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങളായിരിക്കാം. കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം തമിഴിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നും അറിയുന്നില്ല. ആരൊക്കെയുണ്ട് ഇംഗ്ലീഷിലെങ്കിലും എഴുതി വെച്ചാൽ നമുക്കറിയായിരുന്നു. പക്ഷെ ഇത് ഇംഗ്ലീഷിലില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇവിടെ യൂസ് ചെയ്ത ഡ്രസ്സും കാര്യങ്ങളാണ്. കണ്ണട, പേന, ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പാസ്പോർട്ട് പോലത്തെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇൻ്റർനാഷണൽ സംതിങ് എഴുതി വെച്ചിട്ടുണ്ട്, സർട്ടിഫിക്കേഷൻ. സ്റ്റാമ്പ് കാണുന്നുണ്ട്, അദ്ദേഹം കഴിച്ച പാത്രമാണെന്ന് പറയുന്നുണ്ട്. സ്റ്റാമ്പ്സ്, ബുക്സ്, കാര്യങ്ങൾ അദ്ദേഹം എഴുതിയ കാര്യങ്ങളായിരിക്കാം. പിന്നെ കുറേ ഫോട്ടോസ് തന്നെയാണ് വീണ്ടും കാര്യങ്ങളുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക്. നല്ല നീറ്റിലുണ്ട് ഗൈസ്. മൊത്തം ഫാനും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് സൂപ്പറാണ്. ഏത് ആംഗിൾഡാ ഇതാണ് സമാധി എന്ന് തോന്നുന്നത്. ഇവിടെയാണ് പൂത്തതെന്ന് തോന്നണേ. ഓക്കെ, എന്തിനാ എങ്ങനത്തെ ഡിസൈൻ ആക്കിയെന്ന് അറിയില്ല, പക്ഷെ കാണാൻ രസമുണ്ട് ഗൈസ്. മൊത്തം മാർബിളാണ്. മൊത്തം മാർബിളാണ് ഗൈസ്. അതും വൈറ്റ് മാർബിൾ ഇട്ടിന് ചൂടെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ല തീരുമാനമായിരുന്നു. അവിടെ ഒരു സാധനം ഉണ്ട് ഗൈസ്, അത് അപ്പുറത്തുള്ള സാധനം. അത് സീനാണേ. അതിലെ പോകാൻ ഇതിലെ വഴി ഉണ്ടോ ഗൈസ്? ഇത് മജയുണ്ട് അല്ലേ? രസമില്ല ഗൈസ്. മൂപ്പരി രണ്ടു ഭാഗത്തുണ്ട് സെയിം സാധനം. ഗൈസ് കുറേ കോട്ടുകളുണ്ട്, വായിച്ച് നോക്കും. Those who are humble in success and are encouraged by failure will never fail. അത് സൂപ്പറാണേ. Laws should be useful for the reformation of the society and not to please the dictators. Wow. Literature is the mirror that reflects our culture, but grammar is the frame of that mirror. Is the hesitation that comes before failure? We will finish is the beginning for success. Endu ade Anna was a Mamallapuram sculpture carved in the
Rock Periyar, we are all models of that sculpture. ഇത് Kalaiganar Museum. Let's see what's there. ഇവിടെ പാണ്ട് എത്ര നേരം നിൽക്കാണ്ടോ. ഇത് ഫുൾ തമിഴിലാ, ഇത് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ പേരും ഒട്ടും ഉറപ്പാ. ഇത് കലൈഗിനാർ മ്യൂസിയം എന്നായിട്ടുണ്ടോ? ഓ, തിരുവള്ളുവർ സ്റ്റാച്ചു. രൂപകൽപ്പന കൊടുത്തത് ഇദ്ദേഹമാണെന്നാണ് ഇതിൽ പറയുന്നത്. ആർക്കറിയാം, ഡോണ്ട് നോട്ട് റീഡ് തമിഴല്ലേ, എന്താക്കാ അന്ന ഫ്ലൈ ഓവർ. ഓ, ഇത് കൊണ്ടുവന്ന മൂപ്പരാ. പൂപ്പു ഹെഡ് ഗാലറി, സ്ലം ക്ലിയറൻസ് ബിൽഡിംഗ്. മ്യൂസിയമിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതിലെന്തോ കഥയുണ്ട് ഗൈസ്. പ്രൊട്ടസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. കലികാരുടെ മൂപ്പരുടെ ബാല്യകാലം ഗൈസ്. VS ബോയ്സ് HRSCC സ്കൂൾ. ഇതിപ്പോൾ റിയൽ ഗവർണറാണ് അന്ന് ഫിലിമിലുണ്ടായിന്, മറ്റേ സർക്കാർ മൂവിയിൽ. ഇത് ഗവർണർ സീൻ ഗൈസ്. കുറേ എന്തൊക്കെയുണ്ട്. മൂപ്പരുടെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം എന്തൊക്കെയായിരുന്നു. ആളൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് തോന്നുന്നു കാണുമ്പോൾ. ബാക്കിൽ എന്തൊക്കെയുണ്ടെന്നൊന്നും അറിയില്ല ഗൈസ്. തമിഴ്നാട് മാപ്പ് ഗൈസ്. തിയേറ്റർ പോകുന്ന എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. இயற்றப்பட்ட ஆதி திராவிடர்களுக்கான இலவச வீடுகள் கட்டித்தரும் திட்டம் திராவிட முன்னேற்ற கழக ஆட்சியில் நிறைவேற்றப்பட்ட முத்தான திட்டமாகும். ஏறத்தாழ 15 ஆண்டுகளாக தமிழ் மக்களும் தமிழ்நாட்டு அரசும் ஒன்றிய அரசிடம் இடைவிடாது கேட்டுக்கொண்டிருந்த சேலம் இரும்பு உருக்காலை திட்டம் நனவாகி ഇച്ചിരി ചൂടെടുത്തോണ്ട് മ്യൂസിയമിൻ്റെ അകത്ത് AC കൊണ്ട്. മൂപ്പരി വളവൂർഘട്ടം, പമ്പാൻ ബ്രിഡ്ജ്, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, മെട്രോ റെയിൽ, അന്ന സെൻറ്റിനറി ലൈബ്രറി, കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേസ് മൂപ്പരി. മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് MK സ്റ്റാലിനാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റിലേക്ക് പോകാം ഗൈസ്. അവിടെ ഉള്ളതൊന്നും മനസ്സിലായില്ലെങ്കിലും തമിഴാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. നല്ല തണുപ്പ് കിട്ടി.
ഇനി നമുക്ക് MGR അകത്ത് കിടക്കാം ഗൈസ്. അത് അണ്ണ, ഇത് MGR. ഗൈസ് രസമുണ്ടല്ലോ കാണാൻ. അതെ ഗൈസ് സൂപ്പറാണേ. ഇതാണ് അടുത്തുനിന്നുള്ള ലുക്ക് ഗൈസ്. MGR മ്യൂസിയം ഉണ്ട് ഇവിടെ. ഇവിടെയാണ് MGR സമാധി ഗൈസ്. ഇതും ഒരടിപൊളി സാധനമാണേ, സൂപ്പർ ഗൈസ്. ഇത് അമ്മയുടേതാണ് സമാധി. ഇതാണ് അമ്മ മ്യൂസിയം ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ MGR മ്യൂസിയം, അവിടെ നോളജ് പാർക്ക് സംതിങ് ഉണ്ട്, പക്ഷേ ഓപ്പൺ ഇല്ല. രസമുണ്ട് ഗൈസ് കാണാൻ. അവിടുത്തെ ലുക്ക് രസമുണ്ട്. മദ്രാസ് കോളേജ്, വാവ് ഗൈസ്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൻ്റെ ഈ ഭാഗം, ലെഫ്റ്റ് ഭാഗം, ബാക്ക് ഭാഗം എന്നും പറയാം. അവിടം വരെയാണ് ഉള്ളത് കോളേജ്. അപ്പുറം വേറെ ബിൽഡിംഗ് ആണ് തോന്നണേ. ഓക്കെ, ഇനി നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ റൂമിൽ പോകണം. ഇപ്പം റൂമിൽ പോയി അവിടുന്ന് ഗവൺമെൻറ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോകണം. അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര തിരിച്ച് കാസർഗോഡിലേക്ക് തിരിക്കുകയാണ്. എന്തുവാ അവിടെ നല്ല കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. നോക്കാം. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് മ്യൂസിയം എന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് ഗൈസ്. IPL നടക്കുന്ന സ്റ്റേഡിയം, അകത്ത് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ ചെന്നൈ. ഗൈസ് മ്യൂസിയം വന്നിട്ടുണ്ട്. പെർ ഹെഡ് എത്ര? 50 rupees പെർ ഹെഡ്. ഗൈസ് പിടിച്ചിട്ട് വണ്ടിയിൽ നടക്കാൻ പോകുമ്പോൾ എന്താ കഥ എന്നറിയില്ല. കുറച്ച് വ്യായാമമായിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നേരെ കാണോ? അല്ല അകത്ത് പോകണം, ഇല്ലാന്നില്ല. അപ്പോൾ നോക്കാം ഗൈസ്. ഇതൊരു പോകുന്ന കേസ്. ഞാനാണ് വിളിക്കുമ്പോൾ എന്തിനിപ്പോൾ വിളിക്കുന്നത്? ഇതും വേണം. അതന്നെ അതിനെല്ലാം ആയിട്ട് ചുറ്റിട്ട് കാണിക്കുന്നുണ്ട്. ഗൈസ് ഇതാണ് മ്യൂസിയം. ഇവിടത്തേക്ക് മൂപ്പര് കൊണ്ടുവന്നു. വാവ്,
No, no, look at, they put the stage. But if it is crossed like that, it cannot lift this wide. Sanchi Stupa. There's a lots of statues here. Okay. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഇതാണ് മ്യൂസിയം. ഇത് മൊത്തം മ്യൂസിയം അല്ല. ഇതാണ് മ്യൂസിയം. വാവ്. കുറേ സ്കൾപ്ചർസ് കാണാം നമുക്ക്. അങ്ങനത്തെ കുറേ ഉണ്ട് ഗൈസ്. ഇതൊരു സൂപ്പറായിട്ടുണ്ട്. ഇതാരാണ് എൻ്റെ പൊന്ന്, വായിൽ എന്തൊക്കെയുണ്ട്. മോഡേൺ പീരിയഡ്. ഈ മ്യൂസിയം മൊത്തം സ്കൾപ്ചേഴ്സാണ്. ഫുള്ള് സ്കൾപ്ചേഴ്സ്. ഹിന്ദു സ്കൾപ്ചേഴ്സ് ഗാലറി അവിടെ ഉണ്ട്. പഠിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് കുറച്ച് ഹിസ്റ്ററികൾ പഠിക്കാം. പല്ലവ ഇറ്റ്സ് നോട്ട് പല്ലവി. അവിടെ കുറേ ലിപികളുണ്ട്. ഇത് ഭാഷ കന്നഡത്തില് കന്നഡ തെളുഗ ഇത് കന്നഡ തന്നെയല്ലേ. ന്യൂയും തമസ വായിക്കാൻ കിട്ടുന്നില്ല. ആ രാജ ഇതാ. അതായത് അങ്ങനല്ല, ജാഗ കൊടുക്കുന്നില്ലേ, ആ ഇത് ഇത്ര ജാഗ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ എഗ്രിമെൻ്റ്. ഗൈസ് ഇത് ബ്രിട്ടീഷ് കാലത്തതാണ്. എൻ്റെ പൊന്നോ. 2 copper plates connected by a ring, the ends of which are secured by figure of Ganesh received from the district court of Krishna. The language and script of the inscription are modern Telugu. Oh guys, no roached something is there. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാം. വിറ്റിങ് പൈസ കിട്ടും, ട്രേഡ് ചെയ്യാം. കാറ്റ് lots of things to study. Yes. Development of Tamil script. ഗ്രാൻഡ്പ പുള്ളിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, കല്ലിൽ ചെത്തിയ ഇത് നോക്ക്, പെർഫെക്ഷൻസ്. പൊന്നോ. നമുക്കിനി ഹിന്ദു സ്കൾപ്ചർ ഗാലറിയിലേക്ക് പോവാം. ലോട്ട്സ് ഓഫ് ഹിന്ദു സ്കൾപ്ചേഴ്സ്. ഇതേത് കോയിലെന്ന്, എന്ത് കോവിലെന്ന് എനിക്കറിയില്ല ഗൈസ്. ഗൈസ് ഇത് നമുക്ക് നമ്മളെ തൃശ്ശൂർ അമ്പലം രീതിക്കുണ്ട്. തിരുവോർ ടെമ്പിൾ അല്ലേ. ഡീറ്റെയിലിങ് നോക്കൂ ഗൈസ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിങ് നോക്കിയേ. അത് എപ്പോഴാണ്, എത്ര പണ്ടത്തെ എൻ്റെ പൊന്നോ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേ?
ഇവിടെ ഒരു സാധനം ഞാൻ കണ്ടേ, ആയിട്ടാണോ അശോക ചക്ര ഇരുന്നാവും. ഇവിടെ ഒരു സാധനം കണ്ടേ, ഇവിടെ നോക്കിയേ. എൻ്റെ പൊന്നോ, ക്യാമറയിൽ എന്താ ഇത് ഷൈനിങ്ങാ. ഇവിടെ ഒരു ഇതുണ്ട്, അമർവത്തി സ്റ്റൂപ്പ. ഗൈസ്, സ്കെലട്ടൺ ഓഫ് ബെൽ ആൻഡ് ടൂത്ത്ലെസ് വെയിൽ. ഷെരീഫോ, നിങ്ങൾക്കിത് 0.5 ഫുള്ള് കിട്ടോ? ഗൈസ്, എൻ്റെ പൊന്നു, ഇത് നോക്കിയേ ഗൈസ്. നാഗപേട്ടം ഗൈസ്, ആനയുടെ പല്ല് നോക്കി. ഗൈസ്, അതിൻ്റെ കൊമ്പ് എടുത്തു പോയാലോ? അതല്ല, വീട് നോക്കാണ്ട് ഇതും കൊമ്പാ. ഗൈസ്, വേലിൻ്റെ ടീത്താണെന്ന് തോന്നുന്നു. പൊന്നോ, നായുടെ സ്കെലട്ടൺ, കങ്കാരുടെ സ്കെലട്ടൺ, കുരങ്ങിൻ്റെ മുഖം. ഇതെന്തിൻ്റെടാ? സ്കൾ വിത്ത് ലോവർ ജോ ഡോൾഫിൻ. ഇത്രക്കാ? ബോട്ടിൻ്റെ ബിയറിൻ്റെ കാലിൽ നോക്കിയതാ. നോക്കല്ലേ, എപ്പോഴും സ്കിൻ ഓർ ഫുഡ് ഗൈസ്. ഇതിലെപ്പോഴും ഒറിജിനൽടാ. ഒറിജിനൽ തന്നെയാണ്. അങ്ങനല്ല, വിത്ത് സ്കിന്ന്. എല്ലാം ഒറിജിനൽ തന്നെയാടാ, സ്കിന്ന് ഒറിജിനൽ തന്നെ. ഇവിടെ നോക്കുക, ഇതിൻ്റെ നല്ല ലെതർ പോലെ ഉണ്ട്. ആ, അപ്പോൾ ആ മീൻ പിടിച്ചാൽ എത്ര അക്കല്ലേ ഗൈസ്. നിങ്ങൾ വന്ന് കാണുക, ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്, വന്ന് കാണുക. കറക്റ്റ് നോക്കണം ഓരോന്ന്. ഇത് ടൈഗറിൻ്റെ ഇത് പല്ല് പല്ല്. ഇതെന്തിൻ്റെടാ? സ്കൾ വിത്ത് ലോവർ ജോ റൈനോകോർസ് ഗൈസ്. ഇന്നലെ റൈനോകോർസ് കണ്ടോ, അതിൻ്റെ സ്കള്. റൈനോസറസാ? ഇത് കുട്ടി നല്ല പെയിൻ ഉണ്ടാവും. തെറ്റാണെന്ന് പറയും. വൈൽഡ് ബോർ. അതിൻ്റെ കൊമ്പ് മോനെ വീണ്ടും ഈഗിൾ ഫേക്ക്. അതെൻ്റെ സ്കെലട്ടൺ സമയം നോക്കണവരാ. ഗൈസ്, നിങ്ങൾ വന്ന് കാണുക. കുറേ കാര്യങ്ങൾ പഠിക്കുന്ന പറ്റി ഇവിടെ വന്ന് പഠിക്കാം. ഓരോ കാര്യങ്ങൾ സീന് ഗൈസ്. മുകളിലാണെങ്കിൽ ഇതാ വേരിയേഷൻസ് ഓഫ് ഹോൺസ് ഓഫ് കാറ്റിൽ. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്. വിങ്സ്, ഫെദേഴ്സ്. തീരും തോന്നില്ല ഗൈസ്. പൊന്നോ, ഇത് നോക്കാം. അടുത്ത ഡൈനോസർ. ഗൈസ്, ഒറിജിനൽ കൊമ്പാണേ. ഇത്ര ഉറപ്പുള്ള സാധനം കുത്തിയ പിന്നെ മനുഷ്യനല്ലാതെ പിന്നെ എന്തിനാ അടിക്കുക? ഇത് സ്പേം വെയിൽ ചാലറ്റ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല ഗൈസ്. ഇത് സംഭാർ. ആന. ഗൈസ്,
വന്ന് കാണണം ഗൈസ്. ഇതൊക്കെ കാണിച്ചു തന്നാൽ നടക്കൂല. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, ഇവിടെ ഒറിജിനലുണ്ട്. എന്താ ഇവിടെ ഉള്ള സ്കെലറ്റോൺ. ഗൈസ്, പാമ്പനടുക്കുന്ന ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ജീവനുണ്ടോ? ഇതൊക്കെ പ്ലാസ്റ്റിക് എന്ന നിലക്ക് എനിക്ക് തോന്നുന്നു ഗൈസ്. അറിയില്ല ഒറിജിനലാണോ എന്ന്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇടൂലായിരുന്നല്ലോ. ഇവിടെ നോക്കിയ ഓരോ പാമ്പ്. കിങ് കോബ്ര. ഇത് പ്ലാസ്റ്റിക് എന്ന് തോന്നണം ഗൈസ്. അതെ ഗൈസ്, ഇതെടുക്കുവാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. കുറേ കാര്യങ്ങളുണ്ട്. പഠിക്കുന്നവർക്ക് കുറേ പഠിക്കാനുണ്ട്, കാണുന്നവർക്ക് കുറേ കാണാനുണ്ട്. തീരുന്നില്ല. അവിടെ നോക്കിയ ആമയുടെ കാര്യം, അവിടെ നോക്കിയ മുതല. ഇത് പൊന്നു, ഇത് ബുക്ക് എടുത്തോടെ വരുന്നു കൈ. ഇന്നലെ നമ്മൾ സൂള് കണ്ടു, ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കാണുന്നു. നോക്കിയേ, ഇന്ത്യൻ എലിഫന്റ് സ്കെലട്ടോൺ. എന്തോ ഉറപ്പാ ഇതിൽ നല്ലൊരു മരം ഉണ്ടാക്കുക. പൊന്നു, ആനയുടെ കാര്യം. മനുഷ്യൻ്റെ കയ്യിൽ ഭയങ്കര വീക്കാണ്. ഇതൊക്കെ ഒറിജിനലാണെന്ന്. പുലി, എൻ്റെ പൊന്നു, ഇതൊക്കെ ഒറിജിനലോ? ഒറിജിനൽ ഡോൾഫിനും കാര്യങ്ങൾ. പുലിയെ നോക്കിയേ, അവരാണ് പറഞ്ഞത്, അറിയില്ല എനിക്ക്. പൊന്നൂത, ഇതൊക്കെ എന്താ ആ സമയത്ത് ഷോട്ട് ചെയ്തതാ, എന്നിട്ട് ഐസിൽ വെച്ചാ? ഒറിജിനൽ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ ഗൈസ്? ഇന്നലെ സൂല് കണ്ടു, ഇന്ന് ഇതിൻ്റെ ചത്തിട്ടുള്ള ബോഡി നമ്മൾ കാണുന്നു. ഇത് നോക്കൂ, അത് വേട്. ഇത് ഒറിജിനൽ ആണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് അതിശയം. ഈ സാധനം പല്ല് നോക്കി. ഗൈസ്, എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഈ മ്യൂസിയം, ഗവൺമെൻറ് മ്യൂസിയം, ചെന്നൈ. സീന് ഗൈസ്, കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഒറിജിനൽ സാധനം ഫുള്ള് പഠിക്കാം. എല്ലാം എങ്ങനെ ഉണ്ടാവും. എടാ, പാമ്പിന് തല മാത്രമല്ലല്ലോ, പിന്നെ ഫുള്ള് എന്തില്ല. അപ്പോൾ ഹൃദയം എന്തില്ലേ പാമ്പിന്? എല്ലാ തലല്ല. നീ ഇന്നലെ ആടെ നോക്കിയിട്ട് ആരാണ് പാമ്പിൻ്റെ ഹൃദയം കണ്ടിട്ടാ? നേരെ നോക്കുന്ന പഠിച്ചിട്ട് വാങ്ങിക്കാൻ കിട്ടും. കറക്റ്റ് ഹാർട്ട്, ലങ്സ് എല്ലാം വരും. ഇൻഡസ്ട്രീൻ അടുക്കുള്ളത് ഒക്കെ അത് ഏടല്ല, തലല്ല. തലയിലല്ല, കുറച്ച് താഴെ മേലിലാടെ ഇപ്പൊ കണ്ടല്ലേ, ബോണ് മാത്രമേ കാണുന്നത്. ബോണും പിന്നെ അതിൻ്റെ അത് വേറെന്തെങ്കിലും എനിക്ക് വെച്ചിട്ടാണ് ഇല്ല. അത് ബോണും ഉള്ളത് സ്കിൻ. അത് ഹാർട്ട് വെക്കാൻ ഹാർട്ട് വെക്കുന്ന ഗൈസ്, നല്ല നല്ല ഏൻഷ്യൻ ബിൽഡിങ്സുകളും ഓക്കെ. അകത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക,
മൃഗത്തെ പറ്റിയും പക്ഷികളെ പറ്റിയും അതിൻ്റെ ബോൺസ് എല്ലാം എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അതെന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, മ്യൂസിയം തിയേറ്റർ ഈസ് അവൈലബിൾ ഫോർ റെൻറ്റ്. ഓ, ബിൽഡിങ് നോക്കി മ്യൂസിയം തിയേറ്റർ. ഇത് വേണമെങ്കിൽ എന്താ റെൻറ്റിന് കൊടുക്കുമല്ലോ. ഓക്കെ, അയാൾ വന്നിടാ, നമ്മളെ നേരത്തെ കൊണ്ട ആളാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനി നമ്മളെ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ. 1:45 ട്രെയിനാണ്, ട്രെയിനിൽ പോകണം. ഓക്കെ, ട്രെയിനിൽ പോയി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് വീട് ഉണ്ട്. ശരി, അപ്പം വേണ്ടിയവർ ഇവിടെ വന്ന് കാണാം, വാങ്ങിക്കാം, നോക്കാം, പഠിക്കാം. ശരി, ബൈ.